ജൂൺ 14 രാത്രി 9:30 ബ്രിട്ടന്റെ യുദ്ധവിമാനം F-35B തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഒരു മിസ്സിംഗ് അപ്പൊ അതാണ് അതിന്റെ പ്രശ്നം കേട്ടാ. എന്നൊരു കാര്യം ചെയ്യ്, വണ്ടിയുടെ കിടക്കട്ടെ. അപ്പൊ അങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്. പക്ഷെ ഇതുവരെ വിമാനത്തിന്റെ മടങ്ങിപ്പോക്കിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ആ അനിശ്ചിതത്വം ഇങ്ങനെ നീളുകയാണ്. ഇന്നലെ വന്നിട്ട് ഇതുവരെ പോയില്ലേ? ഇല്ല, പോയില്ല. ഇവിടെ കിടന്നു. എന്റെ അമ്മായിയമ്മയുടെ വീടാണല്ലോ ഇത്. ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേ? ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേന്ന്? കൊണ്ടുപോയെങ്കിൽ ഇതെങ്ങനെ ഇവിടെ കിടക്കോ? കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിലേ ഇവിടെ തന്നെ ഒരു കുഴി കുഴിച്ച് സംസ്കരിച്ചേക്ക്. അസ്ഥി നമുക്ക് ഭാരതപ്പുഴയെ കൊണ്ടുപോയി ഒഴുക്കാം. സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35B ആഘോഷമാക്കുകയാണ് ടൂറിസം വകുപ്പും ട്രോളന്മാരും. ഇന്നലെ TV കണ്ടായിരുന്നു. സുഖമൊക്കെ തന്നെ. എപ്പോഴാ തിരിച്ചു പോണേ? പോണില്ലേ? കാലം കുറെ ആയാലോടാ, ഇതുവരൊന്നും ഉണ്ടാക്കി തീർന്നില്ലേ എന്ന് പറഞ്ഞിങ്ങനെ നിർത്തിക്കൊണ്ടു പോവാനാവില്ല. എനിക്ക് രണ്ടിലൊന്നറിയണം. 920 കോടി രൂപ വിലയുള്ളതാണ് ബ്രിട്ടന്റെ F-35B യുദ്ധവിമാനം. പക്ഷെ പറഞ്ഞു ചെന്ത് കാര്യം, 2 ആഴ്ചയിലേറെയായി ഹൈഡ്രോളിക് തകരാറ് പരിഹരിക്കാനാകാതെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുന്നതിനാൽ പരിഹാസ കഥാപാത്രമായി. നാട്ടുകാർക്ക് എന്നൊരു വിലയില്ലേ? എടാ, പണിക്കിറങ്ങിട്ട് 5-8 കൊല്ലമായില്ലേ? നിന്നൊക്കെ എന്തിനു കൊള്ളാടാ? എന്നാൽ ഇവനെ സമ്മതിക്കണം. യുദ്ധവിമാനത്തെ പരസ്യ മോഡലാക്കി നേട്ടം കൊയ്യാൻ ആദ്യം ഇറങ്ങിയത് കേരള ടൂറിസമാണല്ലോ. കൊയ്തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാണ്. മനോഹരമായ കേരളത്തിൽ വന്ന ശേഷം എനിക്ക് മടങ്ങിപ്പോകാൻ തോന്നുന്നില്ലെന്ന് F-35B പറയുന്ന പരസ്യവാചകമാണ് കേരള ടൂറിസം പുറത്തിറക്കിയത്. സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട്? തനിക്കൊന്നും നാണമില്ലല്ലോ. ഇല്ല സാർ, ഈ മുഴുവൻ ക്രെഡിറ്റും എനിക്കും എന്റെ പാർട്ടിക്കും വേണം. ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു. അപ്പോ ഇതിന്റെ ചെലവൊന്നും വേണ്ട. ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാൽ മതി. മറ്റൊരു 5ാം തലമുറ യുദ്ധവിമാനത്തിനും നേരിടേണ്ടി വരാത്ത ട്രോളും ചുമന്ന് കിടക്കുകയാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35B. ഒന്നുമില്ലെങ്കിൽ ഒരു പൂജിക്ക് നീവനാ അങ്കിളുണ്ട്. എന്റെ ദൈവമേ, പരമശിവൻ പണ്ട് തൂമ്പിനകത്തകപ്പെട്ടതുപോലെയായി എന്റെ കഥ. തകരാറ് പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് വലിയ എയർക്രാഫ്റ്റ് കാരിയർ എത്തിച്ച F-35B പൊളിച്ചു കൊണ്ടുപോകുമെന്നാണ് റിപ്പോർട്ടുകൾ. മൊത്തം പൊളിക്കേണ്ടി വരും. നമ്മുടെ നവകേരള ബസ് അതിന്റെ ആദ്യ ദൗത്യം പൂർത്തിയാക്കി മ്യൂസിയത്തിലേക്ക് പോയില്ല. പരാതികൾ പിന്നീട് വരികയും ചെയ്തു. ഇപ്പോൾ ഓടുന്നുണ്ടോ എന്ന് അറിയില്ല. ഇല്ലെങ്കിൽ നമുക്ക് F-35Bക്ക് ഒരു കമ്പനി കൊടുക്കാൻ അങ്ങോട്ടേക്ക് അയക്കാമായിരുന്നു. ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതി കമ്പനിയായ ആര് കമ്പനിയായി ഇതിന്റെ അകത്തായപ്പോ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇറക്കി വിട്ടേനെ.